ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. കുട്ടികളെല്ലാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷത്തിലാണ്. 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടു കൂടി എന്റെ സ്വാതന്ത്ര്യം അവസാനിച്ചതാണ്. കാരണം അന്നായിരുന്നു എന്റെ കല്യാണം. ഇന്ന് പതാക ഉയർത്തലിന് ശേഷം സ്കൂൾ വിടുന്നത് വരെ ഞാനും അവിടെ തന്നെ നിന്നു. മഴയായതുകൊണ്ട് പതാക ഉയർത്തലും കുട്ടികളുടെ പരിപാടിയുമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടിലായിപ്പോയി. അതിനുശേഷം പായസ വിതരണം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പായസം കഴിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അവരുടെ കൂടെ ഇരുന്ന് പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്. ടീച്ചർമാർക്ക് പഠിപ്പിക്കാനേ അറിയൂ, പായസം ഉണ്ടാക്കാൻ അറിയില്ല. സ്കൂൾ വിട്ട് തിരിച്ചു പോകും വഴിയിൽ ക്ലബ്ബുകാരുടെ വക പായസ വിതരണം ഉണ്ടായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല, ഞാനും പിള്ളേരും അവിടുന്നും കഴിച്ചു ഒരു ഗ്ലാസ് പായസം. ഇങ്ങനെയാണെങ്കിൽ ദിവസവും ആഗസ്റ്റ് 15 ആയാൽ മതിയായിരുന്നു എന്നാണ് ഈ ചെറിയൻ പറയുന്നത്. പിള്ളേരെ എല്ലാം ഇറക്കി അവരോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വിട്ടു. രണ്ടത്താൽ മൂന്നൊക്കും എന്ന ചൊല്ലി ശരിയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മളായിട്ട് പഴഞ്ചൊല്ലി തിരുത്താൻ നിന്നില്ല. അവിടുന്നും തട്ടി ഒരു ഗ്ലാസ് പായസം. ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ബിരിയാണിയാണ് നമുക്ക് കഴിക്കാൻ കിട്ടിയത്. ബിരിയാണിയും കഴിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് ആദർശിൻ്റെ വിളി വന്നത്. എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നും പറഞ്ഞ്. പിന്നെയൊന്നും നോക്കില്ല, അവൻ്റെ കൂടെ കറങ്ങാൻ ഇറങ്ങി. പോകും വഴി റോഡിലെത്തിയപ്പോൾ ഒരു ജാഥയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കും. അങ്ങനെ ബ്ലോക്കെല്ലാം താണ്ടി നേരെ വിട്ടു കടപ്പുറത്ത് തിരയെണ്ണാൻ. പെയ്യാൻ വിരുമ്പി നിൽക്കുന്ന മഴക്കാർ നിറഞ്ഞ ആകാശം കാണാൻ ഒരു പ്രത്യേക ഭംഗി. തിരയെണ്ണി വന്ന ക്ഷീണം മാറ്റാൻ ഞാനും ആദർശും ഒരു കടയിൽ കയറി കാടമുട്ട ഫ്രൈ കഴിച്ചു. മഴ പെയ്ത് കലങ്ങി മറിഞ്ഞ് കലിപൂണ്ടാണ് കടലമ്മയുടെ നിപ്പ്. തിരമാലകളെല്ലാം ആഞ്ഞടിക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ കടലമ്മയേക്കാൾ കലിപ്പിലാണ് ഭാര്യയുടെ നിപ്പ്. കൂട്ടാതെ പോയതിൻ്റെ ആഞ്ഞടിക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.